ഹലോ ഗായ്സ്, അപ്പൊ എന്റെ പേര് ആഷിഖ്. ആമ അവൻ എന്റെ പേര് ആമ. എന്റെ പേര് ആഷിഖ്. അപ്പോൾ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാല് മൂന്നാറിലേക്കുള്ളൊരു ചെറുത് അധികം വേണ്ട അങ്ങനത്തെ ഒരു വ്ളോഗിലേക്കാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ മൂന്നാറിലേക്ക് ഞാനും മാത്രമല്ല 4 ആൾക്കാരുണ്ട്. നമ്മളെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ആളും കൂടി ഇനി വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ മൂന്നാറിലേക്ക് പോവാം. നമ്മള് നേരെ എന്റെ വീട്ടിൽ നിന്ന് അമറിന്റെ വീട്ടിലേക്ക് പോകണം. അമറിന്റെ വീട്ടിൽ നിന്ന് ആരുണ്ട്? അമറിന്റെ വീട്ടിൽ ആരുണ്ട്? സാദിക്കും ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്. സാദിക്ക് നെയ്ച്ചോറ് തിന്ന് തീർക്കുന്നതിന് മുന്നേ അടത്തണം. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് വേറെ ഒരു കമ്പനിക്കാരനും കൂടി ഉണ്ട്. ഓനെ കൂട്ടിയിട്ട് നേരെ എങ്ങോട്ട് പോകണം? റെയിൽവേ സ്റ്റേഷനിൽ നേരെ ആലുവയിൽ നേരെ ബസ് കയറിയിട്ടാണ് നമ്മൾ മൂന്നാർ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫുൾ വ്ളോഗ് നമുക്ക് കാണാം. അപ്പൊ നമ്മള് നേരെ എവിടെ എത്തി അമറിന്റെ വീട്ടിലെത്തി. അമറിന്റെ വീട്ടിൽ ഇതാ ഒരു കടയാടി. അല്ല പുറത്തേ കടയാടി. ഇതാണെങ്കിലും കടയാടി വീട്ടില് തൊണ്ടല്ലാത്ത കടയാടി. ഇതാണ് ഞാൻ തെഞ്ഞു പോയതാ. അപ്പൊ നമ്മൾ ട്രിപ്പിളും എല്ലാ കാര്യങ്ങളും സെറ്റ് അല്ലേ? ആണോ? ഈ തടുത്തന്നെ അവിടെ അനക്ക് നമ്മളൊരു ഡെനിം അടിച്ചു. നീ കണ്ടയാടി അവിടെ വെച്ചു ഞാനല്ലേ തൂക്കി അവിടെ അറിയാണ്ട് മറന്നു വരാം. നമുക്ക് പോയി എടുക്കാം. നമുക്ക് നമ്മൾ ഡെനിം മറക്കും. അതാണ് നബീല്. ഹായ് കൊണ്ട് നെയ്ച്ചോറ് കഴിക്കാൻ വന്നാണ്. 12:45 എത്തിക്കുന്നത്. പിന്നെ നമ്മള് കുറച്ചേ ഉള്ളൂ. നെയ്ച്ചോറ് കഴിക്കാണ്. നെയ്ച്ചോറ് തിന്നണ്ട മതോന്മന കിടക്കുണ്ടായി. വെട്ടിട്ട് വായ്പണ്ട് മാറ്റി കിടക്കുന്നു. ഹാപ്പി ജേണി. നമ്മൾ നാളെ അല്ല ഇന്ന് പോവാണ് ഗൈസ്. ക്ലാമർ നേരെ കാട്ടിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് വരും. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ നടന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ടു ആലുവ. കണ്ടു മോനെ സീനല്ലേ നമ്മള് തല്ലി ഇട്ടാണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെ വെച്ചിലായി വന്നത് അവിടുന്ന്. ചായ കുടിച്ചിട്ട് എനർജി എനർജി ഒക്കെ പോയി. മോരും വെള്ളം പോലത്തെ ഒരു ചായയും തൈര് പോലത്തെ അവിൽ മിൽക്ക്. തൈര് പോലത്തെ ഒരു അവിൽ മിൽക്കും തന്നിട്ട് നമ്മള് കടേനെ റിവ്യൂ ചെയ്തിട്ട് കടക്കാരങ്ങ് പിടിച്ചതല്ലേ. അങ്ങോട്ട് പോവാ. ചായ കുടിച്ച് കിക്കായി. കല്ലുമക്കായില് കല്ലുമക്കായില്ലേ ഇനി വെറും കല്ല് പോലത്തെ സാധനം. മാവ് വെച്ച് തന്നിക്കണേ. എരിവും ഇല്ല, ചൂടും ഇല്ല. രാത്രി വന്നു കഴിഞ്ഞാ പിന്നെ രാവിലെ ഉണ്ടാക്കിയാൽ അല്ല അത് കടക്കാരൻ ചൂടില്ലാത്ത സാധനങ്ങളാ എടുത്ത് തരുന്നേ. ലാസ്റ്റ് ചൂടാവുക. വ്ളോഗ് ചെയ്തപ്പോ മുപ്പര് ചേച്ചി നമ്മളേതോ വലിയ വ്ളോഗേഴ്സ്. അത് കോഴിക്കോടുന്നതാ നേരെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 9:30 നമ്മള് രാവിലെ 1:30 ആകുമ്പോ ആലുവയിലെത്തുന്നാണ് തോന്നുന്നത്. നമ്മളെ കൂടെ വന്നൊരു ചുണ്ണാമ്പാണ്. അവിടെ കയ്യും കെട്ടിയിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ നിലത്തിരിക്കുമ്പോ അവിടുന്ന് കയ്യും കെട്ടിയിട്ട് മറ്റേ കഞ്ചാവ് അടിച്ചാല് മറ്റേ കല്ലാണോ കല്ല് കണ്ടോ? അതെ അതാണ് ചെങ്ങായി. അത് നമ്മളിരിക്കുന്ന കാണിച്ചു തരാം. ഇതാരോ കൊടുത്ത ലേസ, അതും തിന്നാടെ കുത്തിയിരിക്കുക. ഒരു ലേസ് കൊടുത്തതാണ്. അപ്പത്തേക്ക് ഓൻ്റെ ആ പാക്കറ്റ് മൊത്തം പിടിച്ചു വാങ്ങി. നമ്മള് ആലുവ സ്റ്റാൻഡിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. വിളിച്ചൊന്നും ആലുവ സ്റ്റേഷനിൽ വന്നിട്ട് പുതിയ സ്റ്റാൻഡ് കോഴിക്കോട് സ്റ്റാൻഡ് ഏതാന്ന് ചോദിക്കുന്ന അങ്ങനെയല്ല സംഭവം. കോഴി കിട്ടുന്ന സ്റ്റാൻഡ് എവിടെയാണ്? സ്റ്റാൻഡിൽ കിട്ടുക കോഴിയുള്ള ഫുഡ് കിട്ടുന്ന സ്റ്റാൻഡ്. ആലുവയിൽ നിക്കാണ്. ആലുവ സ്റ്റേഷൻ KSRTC സ്റ്റാൻഡിൽ ഇതാ
ദൂരത്ത് പോയി കഥയാടികളുടെ ഒപ്പം ആഷിത് ലാൽ റോയ് അമർ ആമ. മൂന്നാർ ബസ്. ഇത് മൂന്നാർ ബസ് ഒന്നല്ലേ, പറവൂർ ബസ്സാ. അങ്ങനെ പറയണ്ട. എന്നാ അങ്ങനത്തെ ഒരു ബസ്സാണ് മൂന്നാർ ബസ്. ഇവിടെയാണ് മൂന്നാർ ബസ് വരേണ്ടത്. എന്താ പറയല്ലോ ഈ കടയുടെ മൂന്നാറിനുണ്ട് ആലുവനെ പറ്റി എന്താ പറയുക. ആലുവയിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത്. എന്നിട്ട് ആലുവ ബസ് കയറിയിട്ട് ആലുവ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്യാമറയുടെ ബാക്കിൽ പറയാൻ ശ്രമിക്കും. എടാ ഇങ്ങോട്ട് കൊണ്ടാ നമ്മളിപ്പോ നിക്കുന്നത് ആലുവ ബസ് സ്റ്റാൻഡ്. ഇവര് ക്യാമറമാനെ ഡിസ്റ്റർബ് ചെയ്യും. അത് ഞാൻ പറയാം. ഇങ്ങോട്ട് അപ്പൊ നമ്മള് എങ്ങനെ ഇരിക്കണം. നമ്മളിപ്പോ നിക്കുന്നത് ആലുവ സ്റ്റാൻഡിലാണ്. നമ്മളിപ്പോ ഇനി അടുത്ത് പോവാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നമ്മളെ മൂന്നാറ് അല്ലെങ്കിൽ ഗവിയാണ് നമ്മളെ അടുത്ത ഓപ്ഷൻ. നമ്മളെ അഭിപ്രായമാണ്. ഇവിടുന്ന് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ഗവിയിലേക്ക്. കുമിളിയാണ് ഗവി. പിന്നെ പറവൂരുണ്ട്. പറവൂര് എന്ത് കാണാനാ? തണുപ്പുണ്ട്. നമ്മള് ഹുഡീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ 4 പച്ച നദിയില്. സോ നമ്മള് തണുപ്പിനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മള് ഹുഡീസ് ചേഞ്ച് ചെയ്യുന്നത്. അല്ലാണ്ട് പിന്നെ ചൂടാവുന്നതുകൊണ്ട് ടൈഗർ അഷ്റഫാണോ അവർക്ക് അറിയാം. ടൈഗർ ഷ്രോഫിനൊന്നും അറിയില്ല. നമ്മളപ്പോ അടുത്ത വീഡിയോ വരുന്നത് നേരെ മൂന്നാറിനായിരിക്കും. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നമ്മള് നേരതാ ചായക്കടയിലേക്ക് പോവാണ്. സാദിഖിനൊരു ചായ ചായക്കട ചായ വേണം. ചായ വേണോ? ചായ വേണമെന്ന് അറിയണ്ട. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാം. ആണോ? എനിക്കും വേണോ? എല്ലാവർക്കും വേണോ? പേടിച്ചിരിക്ക അവിടെ. ഇതിനാടാ പേടിച്ചിട്ട് കൊന്നിട്ട്. നിങ്ങൾ ഭയാലുക്കളല്ല. എന്ത്? അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാം. അപ്പൊ ചായ കിട്ടി. ചായ അടിപൊളി. ചായയിലൊന്നുമില്ല. കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങാ തോന്നുന്നു ഉള്ളില്. എണ്ണ കുറച്ച് കൂടുതലാണ്. ഈ ബൂസ്റ്റല്ലേ കുടിച്ച് തൂക്കി. ഇനി നമ്മൾക്ക് ബസ് കയറിയിട്ട് കാണാം. അതാണ് ബസ് തോന്നുന്നു. നല്ല തിരക്കാണ്. നല്ല തിരക്കില്ലല്ലോ മോനെ. എന്ന് പോണ്ടി വരും ഇട്ടാടെ വരെ. KSRTC ബസ് കയറിയിട്ട് നല്ല തിരക്കാണ്. നല്ല ക്രൗഡ് ഉണ്ട്. മൂന്നാറിലേക്ക് എന്നത് കുറെ പേരുണ്ട്. നമ്മൾ ആദ്യം ഒരു 2 മണിക്ക് ഒരു ബസ് വന്നീനി. ആ ബസ്സിൽ ഫുള്ള് തിരക്കായിട്ട് നിൽക്കാൻ ഒരു സ്ഥലമില്ലായിട്ട് കയറാത്തതാണ്. സൗണ്ട് ഇല്ലാതെ കയറിയപ്പോഴത്തേക്ക് പിന്നെ അതാണ് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഉറങ്ങാം. സീറ്റിലുണ്ടോ? ഞാൻ ക്രൗഡ് കാണിച്ചത്. നമ്മളിനി ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ നാളത്തെ ഡേ മൊത്തം ബാഡ് ഡേ ആവും. ബാഡ് ഡേ ആവണ്ട. അതുകൊണ്ട് നമ്മളിന്ന് കിടന്നുറങ്ങും. ബസ്സിൽ നിന്ന് കിടന്നുറങ്ങണം. കഴിയുന്നതും കിടന്നുറങ്ങും. വിൻഡോ സീറ്റ് എടുത്ത് അപ്പൊ നമ്മള് മൂന്നാർ എത്തിയിട്ട് കാണാം. നമ്മളിതാ ഉറങ്ങാൻ പോവാണ്. നമ്മൾ ഉറങ്ങിയിട്ട് മൂന്നാർ എത്തിയിട്ട് അടുത്ത വ്യൂസ് ഒക്കെ കാണിച്ചു തരാം അല്ലേ. ഗുഡ് നൈറ്റ്. ഇപ്പൊ എനിക്ക് നല്ല തണുപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളിക്കാം. വാട്ട് എ വണ്ടർഫുൾ മൂന്നാർ. ചമ്മന്തിയൊക്കെ വടിച്ചു തീർക്കുക. ഇവിടെ 3 ചമ്മന്തി തൊട്ടിയില്ല. ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ 3 മസാല ദോശ 2 പൂരിക്കും കൂടി എത്രയായി? 610. ഒരു വടക്ക് വട 23.
അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് വണ്ടി റെന്റിന് എടുക്കാൻ പ്ലാന് ആദ്യം അത് ഫ്ലോപ്പായി. എന്താ പറയാല്ലേ, അത് പ്ലാൻ ചെയ്ത് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ വട്ടത്തിൽ നിൽക്കേണ്ടി വരും ബാക്കിയുള്ള ഒരു വണ്ടിയും കൊണ്ടുപോകണം നോക്കിയിട്ട്. അല്ലേ പറയാ, ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മള് വന്നത്. നമ്മളിനി ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് റെയിൻകോട്ട് ഇട്ട് വട്ടത്തിലും ത്രികോണത്തിലും നടക്കുക, അതേ ഉള്ളൂ. വേറെ ഒരു വഴിയുമില്ല. ഇവിടെ എത്തിയിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നെല്ലിയിലൊക്കെ കണ്ടില്ലേ ഓനിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ലൈൻ കട്ടായി നിൽക്കുക. അപ്പൊ പിന്നെന്താ ചെയ്യാ, കാറിൽ വന്നിട്ടില്ല ഏജൻസിനായിട്ട് നടക്കാണ്. അധികം എന്താ ചെയ്യണേ, റേറ്റ് എത്ര ഉള്ളൂ? എന്നിട്ട് നമുക്ക് ഇവിടെ എടുത്തിടലുണ്ട് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ട്രിപ്പ് വർത്താക്കാം. അപ്പൊ നമ്മള് ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ നിന്ന് ഒരു ബൈക്ക് കിട്ടുമെന്ന് ഇനി നോക്കിന്. ബൈക്ക് റെന്റിന് ബുക്ക് ചെയ്ത് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടൂല, ഉറപ്പാ, 100% ഉറപ്പാ. ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ബൈക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ബസ്സിന് പോവാന്ന് വിചാരിച്ചിരുന്നു. ബസ്സിന് പോയാൽ നമുക്ക് ഒരു സ്പോട്ടിൽ ഇപ്പൊ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ബസ്സിന് വൺ സൈഡില് എത്ര ആവും, നമുക്കൊരു 40 വെച്ചിട്ട് 160 റുപ്യ ആവും. പക്ഷെ ആ ഒറ്റൊരു സ്പോട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ അവിടുന്ന് പിന്നെ വണ്ടി ചാർജ് 10 സ്ഥലത്ത് പോയി. അതിനെക്കാട്ടും നല്ലത് നമ്മളൊരു ഓട്ടോയിൽ പോവുകയാണെങ്കിൽ 1500 റുപ്യക്ക് ഈ 10 സ്ഥലവും ആ ടോപ്പ് സ്റ്റേഷനും ഒക്കെ കൂടെ കണ്ടിട്ട് നമ്മളെ ടൈമിങ്ങിന് ഒരു തിരിച്ച് നമ്മളെ മൂന്നാറിൽ തന്നെ കൊണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ, നല്ലോണം ഉണ്ട്. നല്ല വലിയ നീങ്ങുള്ളൂ വണ്ടി. നമ്മൾ ഭയങ്കരമായ സ്പീഡിൽ നമ്മളിതാ പോയിട്ട് ബ്ലോക്കൊക്കെ കഴിച്ച് നമ്മള് ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഫ്ലവർ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അധികം ഫ്ലവർ ഗാർഡനിൽ 50 ടിക്കറ്റ് 60 റുപ്യ ടിക്കറ്റ്. ചെറിയ കുട്ടികൾക്ക് 30 റുപ്യ. നമുക്ക് നേരെ ഫ്ലവർ ഗാർഡനിലേക്ക് കയറാം. ഇവിടെ ഫ്ലവർ ഗാർഡൻ ഇത്ര ഉള്ളു. അല്ല ഇതല്ലേ മാറിക്കാം.